ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെ അപുലിയയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിവിധ രാഷ്ട്ര നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ ഇന്ത്യക്കാരുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. പ്രത്യേക വ്യോമസേനാ വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. കുവൈറ്റിൽ മരിച്ച 23 മലയാളികളുടെ മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങും. PM പോഷൻ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൌജന്യ വിദ്യാഭ്യാസവും പോഷക സമൃദ്ധിയും ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. യൂറോകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് ജർമ്മനിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെ അപുലിയയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുടെ ക്ഷണപ്രകാരം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തം ഏകീകരിക്കാനും ഇൻഡോ പസഫിക്, മെഡിറ്ററേനിയൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പുറപ്പെടുന്നതിന് മുൻപ് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുടെ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യൻ സന്ദർശനങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിന് ആക്കം കൂട്ടുന്നതിൽ നിർണായകമായെന്ന് ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി എന്നിവരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർച്ചയായി 3-ാം തവണയും അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രി മോദി നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത്. കുവൈറ്റിൽ മൻഗാഫിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹം വഹിച്ചുള്ള പ്രത്യേക വ്യോമസേനാ വിമാനം കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മൃതദേഹങ്ങളെ അനുഗമിക്കുന്നുണ്ട്. വ്യോമസേനാ വിമാനം കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ശേഷമായിരിക്കും ഡൽഹിയിലേക്ക് പോകുന്നത്. മരിച്ചവരിൽ 23 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള 7 പേരും ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 3 പേർ വീതവും ഒഡീഷയിൽ നിന്നുള്ള 2 പേരും ബീഹാർ, പഞ്ചാബ്, കർണാടക, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർ വീതവുമാണ് മരിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഉറപ്പു നൽകി. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം അടിയന്തര സഹായം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ 23 മലയാളികളുടെ ഭൌതിക ശരീരം രാവിലെ 8:30 കൊച്ചി വിമാനത്താവളത്തിലെത്തിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിസഭാംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിക്കും. മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് നോർക്കയുടെ ആഭിമുഖ്യത്തിൽ 25 ആംബുലൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മരിച്ചവരിൽ 2 പേർ കൂടി കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് സംശയിക്കുന്നുണ്ട്. അതിനിടെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച മന്ത്രി വീണ ജോർജിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കുവൈറ്റിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അത്യന്തം ദൌർഭാഗ്യകരമായ സംഭവ വികാസമാണ് ഇതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതം നൽകും. കുവൈറ്റിലെ തെക്കൻ മംഗഫ് മേഖലയിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന് തീപിടിച്ച സംഭവത്തിൽ കുവൈറ്റിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചു. തീപിടുത്തത്തിന് പിന്നിലെ കാരണങ്ങളും അപകടമുണ്ടാകാനിടയായ സാഹചര്യവും കണ്ടെത്താനാണ് അന്വേഷണം ലക്ഷ്യമിടുന്നത്. പരിക്കേറ്റവർക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകാനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഈ മാസം 26 നടക്കും. 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24 മുതൽ ചേരും.
സമ്മേളനത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയും ഈ സമ്മേളനത്തിൽ നടക്കും. രാജ്യസഭാ സമ്മേളനം ഈ മാസം 27-ന് ആരംഭിക്കും. അടുത്ത മാസം 3-ന് പാർലമെന്റ് സമ്മേളനം സമാപിക്കും. PM പോഷൻ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൌജന്യ വിദ്യാഭ്യാസവും പോഷക സമൃദ്ധിയും ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. സർക്കാർ സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ വീട്ടിലിരുന്നോ വിദ്യാഭ്യാസം നേടുന്ന ഇത്തരം വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സൌജന്യ യൂണിഫോം, സൌജന്യ പാഠപുസ്തകങ്ങൾ, സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ, PM പോഷൻ പദ്ധതിക്ക് കീഴിലെ സൌജന്യ ഉച്ചഭക്ഷണം എന്നിവ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. NCRB സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന പേരിലാണ് ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്ത മാസം 1-നാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരിക. ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന തരത്തിലാണ് ആപ്പ് സജ്ജമാക്കിയിരിക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും മൊബൈൽ ആപ്പ് ലഭ്യമാകും. നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേരുടെ സ്കോർ കാർഡുകൾ റദ്ദാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇവർക്ക് ഈ മാസം 23-ന് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. പുനഃപരീക്ഷയുടെ ഫലം ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികളിൽ ജൂലൈ 8-ന് സുപ്രീംകോടതി വീണ്ടും വാദം കേൾക്കും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ 2024 പാരീസ് ഒളിമ്പിക്സിലേക്കായുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. കേന്ദ്ര സഹമന്ത്രി രക്ഷ ഖഡ്സെയും മന്ത്രാലയത്തിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കേരള നിയമസഭാ സമുച്ചയത്തിൽ നടക്കും. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം വിഷയാധിഷ്ഠിത സമ്മേളനങ്ങളും മേഖലാ സമ്മേളനങ്ങളും നടക്കും. യൂറോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1 മാസം നീണ്ടുനിൽക്കുന്ന ആവേശ പോരാട്ടങ്ങൾക്കാണ് ജർമ്മനി വേദിയാകുക. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് കഴിഞ്ഞാൽ ആരാധകർ ഏറ്റവും ആവേശത്തോടെ നെഞ്ചേറ്റുന്ന കരുത്തരുടെ ഫുട്ബോൾ പോരാട്ടത്തിന് ഇന്ന് കിക്ക് ഓഫ്. വേഗവും കരുത്തും സമ്മേളിക്കുന്ന യൂറോപ്യൻ ഫുട്ബോളിലെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ഇനിയുള്ള 1 മാസക്കാലം രണ്ടും കൽപ്പിച്ച 51 ബലാബലങ്ങൾക്കാണ് ജർമ്മനി സാക്ഷ്യം വഹിക്കുക. 10 വേദികളിലായി 24 ടീമുകൾ 6 ഗ്രൂപ്പുകളിലായി പൊരുതാനിറങ്ങും. ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാർക്കൊപ്പം 4 മികച്ച 3ാം സ്ഥാനക്കാരും നോക്കൌട്ടിലേക്ക് മുന്നേറും. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്കും റണ്ണേഴ്സപ്പായ ഇംഗ്ലണ്ടിനുമൊപ്പം യൂറോപ്യൻ ഫുട്ബോളിലെ എക്കാലത്തെ പേടി സ്വപ്നങ്ങളായ ഫ്രാൻസ്, പോർച്ചുഗൽ, നെതർലാൻഡ്സ്, ബെൽജിയം, ക്രൊയേഷ്യ, സ്കോട്ട്ലാൻഡ്, സ്പെയിൻ തുടങ്ങിയവരെല്ലാം പുൽമൈതാനങ്ങളിൽ തീ പടർത്താൻ ബൂട്ടുകെട്ടും. ജോർജിയയാണ് യൂറോ കപ്പിനെത്തുന്ന പുതുമുഖം. ഏറെക്കാലം ലോക ഫുട്ബോളിനെ അടക്കി ഭരിച്ച യൂറോപ്യൻ ഫുട്ബോളിലെ സിംഹങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ, ടോണി ക്രൂസ്, ജെറോഡ്, ലൂക്ക മോൺഡ്രിച്ച് തുടങ്ങിയ മിന്നും താരങ്ങൾ ബൂട്ടഴിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിനു കൂടി ഈ യൂറോ കപ്പ് സാക്ഷിയാക്കും. ജൂലൈ 14-ന് ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ കലാശപ്പോരിൽ വാഴുന്നത് ആരെന്നതിനുള്ള ഉത്തരത്തിലേക്കുള്ള പോർമുഖങ്ങൾ ഫുട്ബോൾ ആരാധകരുടെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും. ICC T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഒമാനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് സൂപ്പർ 8-ലെത്താനുള്ള പ്രതീക്ഷകൾ സജീവമാക്കി ഇംഗ്ലണ്ട്. നോർത്ത് സൌണ്ട് ആന്റിഗ്വയിലെ സർ വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 47 റൺസിന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 3.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. അതേസമയം ഗ്രൂപ്പ് ഡിയിലെ നിർണായക മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശിന് 25 റൺസ് ജയം. ബംഗ്ലാദേശ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡച്ച് ടീമിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 134 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെ അപുലിയയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിവിധ രാഷ്ട്ര നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ ഇന്ത്യക്കാരുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. പ്രത്യേക വ്യോമസേനാ വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെടും.
കുവൈറ്റിൽ മരിച്ച 23 മലയാളികളുടെ മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങും. PM പോഷൻ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൌജന്യ വിദ്യാഭ്യാസവും പോഷക സമൃദ്ധിയും ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. യൂറോകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് ജർമ്മനിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.